അല്പം മുമ്പാണ് വി.ഡി. സതീശൻ പറഞ്ഞത് പല വിസ്മയങ്ങളും കാത്തിരിക്കുന്നു എന്നുള്ളത്. ആദ്യ വിസ്മയമായി ഐഷ പോറ്റി കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ഐഷ പോറ്റി കോൺഗ്രസിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൊട്ടാരക്കരയിൽ നിന്ന് ഐഷ പോറ്റി എന്ന മുൻ MLA UDF അടർത്തിയെടുത്തിരിക്കുന്നു. ശക്തമായ പോരാട്ടം UDFിന് വേണ്ടി ഐഷ പോറ്റി അവിടെ കാഴ്ചവെക്കുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. ജനകീയ നേതാവാണ്, വലിയ അടിത്തറയുള്ള MLA ആണ്, 2 തവണ MLA ആയി അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അവിടുത്തെ CPMൻ്റെ മുഖമായിരുന്ന ആളാണ്. ഐഷ പോറ്റി എന്ന CPMകാരി ഇപ്പോൾ കോൺഗ്രസിൽ. CPMനെ അമ്പരപ്പിച്ചുകൊണ്ട് ഉള്ള മാറ്റമെന്ന് പറയാം. അല്പം മുമ്പാണ് സതീശൻ പറഞ്ഞത് വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്നു കോൺഗ്രസ് UDF എന്ന്. ആ വിസ്മയത്തിൻ്റെ തുടക്കം കൂടി ലോക് ഭവന് മുന്നിലെ ഈ സമരപ്പന്തലിൽ സംഭവിക്കുകയാണ്. BV അരുൺ ചേരുന്നുണ്ട്. അരുണ്, CPM കേന്ദ്രങ്ങൾ അമ്പരന്ന് കാണും സ്വാഭാവികമായും. കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ് എങ്കിൽ പോലും കോൺഗ്രസിലേക്കുള്ള അവരുടെ ഒരു വരവ് അത് അപ്രതീക്ഷിതമായിരുന്നു. രഞ്ജിത്ത്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രതിപക്ഷ വി.ഡി. സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിസ്മയങ്ങൾ കാണാം എന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ ആദ്യ വിസ്മയമായി തന്നെ ഇതിനെ കാണണം. കാരണം ഐഷ പോറ്റി അത്ര ചെറിയ ഒരു നേതാവല്ല. 3 തവണ തുടർച്ചയായി കൊട്ടാരക്കര പോലുള്ള ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നയാളാണ്. കൊട്ടാരക്കര സ്വാഭാവികമായും ഐഷ പോറ്റിക്ക് ശേഷം അത് CPM മണ്ഡലം. പക്ഷെ അതിനു മുമ്പ് ആർ ബാലകൃഷ്ണപിള്ള എന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ അതികായന നേതാവിന്റെ തട്ടകമാണ്. ആർ ബാലകൃഷ്ണപിള്ള എന്ന അതികായനെ പരാജയപ്പെടുത്തിയാണ് 2006 വൻമരങ്ങൾ വീണ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് ആർ ബാലകൃഷ്ണപിള്ളയും PK കുഞ്ഞാലിക്കുട്ടിയും KR ഗൗരിയമ്മയും MV രാഘവനും ഉൾപ്പെടെയുള്ള UDFിന്റെ പ്രമുഖ നേതാക്കൾ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ ഒരിക്കലും ആരും ചിന്തിച്ചിരുന്നില്ല ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊട്ടാരക്കരയിൽ തോൽക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ഒരു നേതാവിനെ അട്ടിമറിച്ചുകൊണ്ട് CPMന്റെ കൊടി പാറിച്ച നേതാവാണ് ഐഷ പോറ്റി. പിന്നീട് 3 തവണ 2006-ലും 2011-ലും 2016-ലും വലിയ ഭൂരിപക്ഷത്തിൽ 40,000-ഓളം ഭൂരിപക്ഷം ജയിച്ച ചരിത്രമുണ്ട് ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര നിന്ന്. അങ്ങനെ ജയിച്ചു വന്ന ഒരു നേതാവിന് 2021-ൽ CPM സീറ്റ് നിഷേധിക്കുന്നു. സ്വാഭാവികമായും അവരുടെ പാർട്ടി തീരുമാനപ്രകാരം തുടർച്ചയായ 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കട്ടെ തീരുമാനപ്രകാരമാണെങ്കിൽ പോലും അവർ അന്നേ അതൃപ്തയായിരുന്നു. പിന്നീട് അവർ പാർട്ടിയിൽ സജീവമല്ലാതായി. പക്ഷേ അവരെ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ കോൺഗ്രസിന് ഇവിടെ സംസാരിച്ച നേതാക്കളിൽ ഒരാൾ പറഞ്ഞതുപോലെ കൊട്ടാരക്കര കോൺഗ്രസിന്റെ മണ്ഡലമാണ്, അല്ലെങ്കിൽ UDFിന്റെ മണ്ഡലമാണ്. അക്ഷാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു. ബാലകൃഷ്ണപിള്ള ഉള്ളപ്പോൾ അത് UDFിന്റെ മണ്ഡലം തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ KN ബാലഗോപാൽ ധനമന്ത്രി വലിയ ഭൂരിപക്ഷം ജയിച്ചു വന്ന മണ്ഡലമാണ്. അവിടെ ഐഷ പോറ്റി എത്തുമ്പോൾ അതിനൊരു മാറ്റമുണ്ടാകും. കൊട്ടാരക്കര വലത്തേക്ക് തിരിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുള്ളത്. വലിയ ഒരു തിരിച്ചടി ഇടതുമുന്നണിക്ക് നേരത്തെ ജൂലൈയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് പങ്കെടുക്കുമ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. വലിയ ഐഷ പോറ്റി പാർട്ടി വിടുമെന്ന വലിയ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അവർ അതെല്ലാം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോൾ മാസങ്ങൾ പിന്നിടുമ്പോൾ ഏതാണ്ട് 6 മാസങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിന് ശേഷം 6 മാസങ്ങൾക്കിപ്പോൾ ഇപ്പം ലോക് ഭവൻ മാർച്ചിൽ രാപകൽ സമര പന്തലിലേക്ക് ഐഷ പോറ്റി എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയം നമ്പർ 1 ഇതിനെ കാണണം. ഒന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് LDF ഇടുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ്, ആ ഒരു ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ആഘാതം അവർക്ക് ഉണ്ടാകുന്നത്. അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന കൊട്ടാരക്കര MLA തന്നെ, മുൻ MLA തന്നെ കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു നീക്കമായി ഇതിനെ വിലയിരുത്തണം. വലിയ ആവേശത്തോടു കൂടിയാണ് UDF ക്യാമ്പ്, കോൺഗ്രസ് ക്യാമ്പ് ഐഷ പോറ്റിയെ സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അയ്യങ്കാളി സ്ക്വയർ തന്നെ അവിടെ എത്തി അവരെ കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക് ആനയിച്ചു. ACC അതിലൂടെ സാങ്കേതിക പ്രശ്നമുണ്ട്. തുടരാം, നമുക്കൊന്നുകൂടി തുടരാം. ഇപ്പോൾ വലിയ നേതാക്കളുടെ, അതായത് ഒരു വലിയ വേദിയായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം ഉള്ള ഒരു വേദിയിലാണ് CPMന്റെ മുൻ MLAക്ക് സ്വാഗതം ഓതുന്നത് എന്നുള്ളത് വേറെ പ്രത്യേകതയായി. അതിനുള്ളിലേക്ക് വരാം. ഇതിനിടയിൽ ജോസ് കെ മാണിയുടെ ഒരു FB പോസ്റ്റ് കൂടി വന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. രാവിലെ മുതൽ തന്നെ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റമായിരുന്നു കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ച് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങളുള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂട്ടി അറിയിച്ചു. ഇപ്പോഴത്തെ ചർച്ചകൾ
പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ള ജോസ് കെ മാണിയുടെ FB പോസ്റ്റ് കൂടി വന്ന പശ്ചാത്തലം ശ്രദ്ധേയമാണ്. ഏതാണ്ട് 6-7 മിനിറ്റ് മുൻപാണ് ജോസ് കെ മാണി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ജോസ് കെ മാണി വിസ്മയം നമ്പർ 2 ജോസ് കെ മാണിയുടെ UDF പ്രവേശനമായിരിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും വിസ്മയം നമ്പർ 1 സംഭവിച്ചു കഴിഞ്ഞു. ഐഷ പോറ്റി എന്ന കൊട്ടാരക്കരയിലെ കരുത്തയായ 3 വട്ടം CPM-ന്റെ MLA ആയ വനിതാ നേതാവിനെ ഇപ്പോൾ കോൺഗ്രസിൽ എത്തിച്ചുകൊണ്ട് അത്ഭുതകരമായ ആശ്ചര്യകരമായ നീക്കം കോൺഗ്രസ് നടത്തി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് 25 കൊല്ലത്തോളം ജനപ്രതിയായിരുന്നു, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ പാർട്ടിയിൽ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റി CPM വിടുന്നത്. കുറച്ചു പേർ ചേർന്ന് എല്ലാം തീരുമാനിക്കുകയാണ് എന്ന് ഐഷ പോറ്റി പറഞ്ഞു വെക്കുന്നു. ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായി. പാർട്ടി വിട്ടതിനുള്ള സൈബർ ആക്രമണം ഭയക്കുന്നില്ല, തനിക്ക് അധികാരം വേണ്ട എന്നും ഐഷ പോറ്റി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഐഷ പോറ്റി എന്ന കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്യാച്ചായി ഐഷ പോറ്റി മാറുന്നു. CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട മുഖമായിരുന്ന ഐഷ പോറ്റി ദാ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. അതും ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും VD സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഒക്കെ അണിനിരക്കുന്ന വേദിയിൽ ദാ ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. ആവേശകരമായ സ്വീകരണം കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നു. അരുൺ, കേൾക്കാമോ? വലിയ നേതാക്കളുടെ വലിയൊരു ബാഹുല്യമുണ്ട്. കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിൽ ഇപ്പോഴും ആവേശം തീർന്നിട്ടില്ല. ലോക് ഭവന് മുന്നിലുള്ള ആ രാപ്പകൽ സമരവേദിയിലാണ് ഐഷ പോറ്റി കോൺഗ്രസിന്റെ അംഗമായി സ്ഥാനമേറ്റത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. വലിയ തോതിലുള്ള മാറ്റം രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടി ഇത് കാട്ടിത്തരുന്നു എന്നുള്ളതാണ്. അരുൺ, കേൾക്കാമെങ്കിൽ തുടരാം. രഞ്ജിത്ത്, അത് തന്നെയാണ്. വലിയ നേതാക്കളുടെ വലിയ ഒരു നിര ഇവിടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃത്വത്തിൽ ഐഷ പോറ്റി ഇവിടേക്ക് സ്വീകരിച്ചു. അതിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ 2 ജനറൽ സെക്രട്ടറിമാർ, ACC 2 ജനറൽ സെക്രട്ടറിമാർ, അത് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി, കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ, സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരുടെ വലിയൊരു നിര, അത് രമേശ് ചെന്നിത്തലയും VD സതീശനും അതുപോലെ തങ്ങളുടെ പാർട്ടിയിലേക്ക്, തങ്ങളുടെ തറവാട്ടിലേക്ക് സ്വീകരിച്ചത് വലിയ സ്വീകരണം തന്നെ അവർക്ക് നൽകിയെന്നുള്ള പ്രാധാന്യത്തോടു കൂടി കോൺഗ്രസ് ഇതിനെ കാണുന്നതിന്റെ തെളിവായി കൂടി അത് നമുക്ക് വിലയിരുത്തണം. തുടരുന്നുണ്ടെങ്കിലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്, യാതൊരു സംശയവുമില്ല. വലിയ തോതിലുള്ള മാറ്റം, വലിയ നേതാക്കന്മാരുടെ ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടിയാണോ ഇത് എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടി വരും. ഏതായാലും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ UDF പ്രവേശനം ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെയാണ് ഐഷ പോറ്റി എന്ന CPM നേതാവ് കോൺഗ്രസിന്റെ ഭാഗമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.